നമസ്കാരം. നാട്ടുവർത്തമാനം ആരംഭിക്കും. ശിശുമരണങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനും തുടർ നടപടികൾ സ്വീകരിക്കാനും ആരോഗ്യവകുപ്പ് മന്ത്രി കെ ശൈലജ ഇന്ന് അട്ടപ്പാടി സന്ദർശിക്കും. രാവിലെ 10-ന് കോട്ടത്തറ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലെത്തുന്ന മന്ത്രി ജീവനക്കാരുമായി കൂടിക്കാഴ്ച നടത്തും. ഈ വർഷം 15 നവജാത ശിശുക്കളാണ് അട്ടപ്പാടിയിൽ മരിച്ചത്. ഡിസംബർ 22-ന് പ്രസവ പരിചരണം ലഭിക്കാതെ കുഞ്ഞു മരിച്ചത് പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. കോട്ടത്തറ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ ഗൈനക്കോളജിസ്റ്റ് ഇല്ലാതെയായിരുന്നു ഇതിന് കാരണമായത്. അട്ടപ്പാടിയിൽ ആവശ്യത്തിന് ആരോഗ്യവകുപ്പ് ജീവനക്കാരെ നിയമിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. ഇന്നത്തെ മന്ത്രിതല യോഗത്തിൽ ഇക്കാര്യങ്ങളിൽ നടപടി ഉണ്ടാവുമെന്നാണ് നാട്ടുകാരുടെ പ്രതീക്ഷ. പുതുവത്സര ആഘോഷം അതിരുകടന്നാൽ നടപടിയെന്ന് പോലീസ്. മദ്യപിച്ച് വാഹനമോടിക്കുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കാനാണ് നിർദ്ദേശം. തിരുവനന്തപുരത്ത് കോവളം ബീച്ച് ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ കൂടുതൽ CCTV ക്യാമറകൾ സ്ഥാപിച്ചു. സമാധാനപരമായി ന്യൂ ഇയർ ആഘോഷങ്ങൾ നടത്താൻ എല്ലാ സഹായവും ചെയ്യുമെന്നാണ് പോലീസ് മേധാവി അറിയിച്ചിരിക്കുന്നത്. സ്ത്രീകൾക്കും കുട്ടികൾക്കും മുതിർന്ന പൌരന്മാർക്കും പോലീസ് പ്രത്യേകം സുരക്ഷ നൽകും. രാത്രി നിരത്തുകളിൽ കൂടുതൽ പോലീസിനെ വിന്യസിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രാത്രി 12 മണിയോടെ ആളുകൾ ബീച്ചുകൾ ഉൾപ്പെടെ ആഘോഷവേദികൾ വിട്ടുപോകണം. എന്നാൽ മടക്കയാത്രയിൽ വാഹനങ്ങൾക്ക് അമിത വേഗത പാടില്ല. അമിത വേഗത്തിനും മത്സരയോട്ടത്തിനും നടപടി സ്വീകരിക്കാൻ DGP ലോക്നാഥ് ബെഹ്റ നിർദ്ദേശിച്ചു. തിരുവനന്തപുരം ജില്ലയിൽ കോവളം ബീച്ച് ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ കൂടുതൽ CCTV ക്യാമറകൾ സ്ഥാപിച്ചതായി സിറ്റി പോലീസ് കമ്മീഷണർ P. പ്രകാശ് പറഞ്ഞു. ഹൗവ ബീച്ചിൽ പോലീസ് കൺട്രോൾ റൂമും ഉണ്ടാകും. 1500 പോലീസുകാരെയാണ് രാത്രിയിൽ നഗരത്തിൽ വിന്യസിക്കുക. ക്രമസമാധാന പ്രശ്നമുണ്ടായാൽ പോലീസിനെ അറിയിക്കണമെന്ന് ഹോട്ടലുകൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശംഖുമുഖം, പൂവാർ, വർക്കല ബീച്ചുകളിലും ആഘോഷ പരിപാടികൾ നടക്കും. പ്രധാന ഹോട്ടലുകളിൽ ബൊഫെ ഉൾപ്പെടുന്ന ആഘോഷ പരിപാടികളാണ് ഒരുക്കുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. പുതുവത്സരം ആഘോഷമാക്കാൻ ഫോർട്ട് കൊച്ചി ഒരുങ്ങി. പുതുവർഷാഘോഷത്തിനായി വിദേശികൾ കൂടി എത്തിയതോടെ കൊച്ചിയിലെ ഹോട്ടലുകളും സജീവമായി. പ്രതീക്ഷയുടെ പുതിയ വർഷത്തെ സ്വീകരിക്കാൻ ഫോർട്ട് കൊച്ചി ഒരുങ്ങിക്കഴിഞ്ഞു. ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ വിദേശികൾ എത്തിക്കൊണ്ടേയിരിക്കുന്നു. കൊച്ചിയിലെ ഹോം സ്റ്റേകളും ഹോട്ടലുകളുമൊക്കെ ഹൗസ്ഫുൾ. New celebration in the hotel, in the ship. Boat hotel? Oh, very nice. There are lots of nice buildings and then very beautiful town. Yeah, compared to Mumbai, I really liked it. ഫോർട്ട് കൊച്ചി ഇടവഴികളിലും പരിസരങ്ങളിലും ചെറുകടകൾ നിറഞ്ഞു. കടപ്പുറത്തേക്കുള്ള വഴികളിൽ വൻ തിരക്കാണ്. കടൽ കാണാനെത്തുന്നവർക്ക് പ്രിയം ഉപ്പിലിട്ട മാങ്ങയും നെല്ലിക്കയുമെല്ലാം. പ്രളയത്തിന് ശേഷം കച്ചവടം പൊടിപൊടിക്കുന്ന സന്തോഷത്തിലാണ് കച്ചവടക്കാർ. വെള്ളപ്പൊക്കത്തിന് ശേഷം ഭയങ്കര മൂകതയിൽ കിടക്കണായിരുന്നു. ഒരാഴ്ചയായിട്ട് നല്ലൊരു ഉണർവാണ് ഫോർട്ട് കൊച്ചി. എങ്ങുമില്ലാത്ത ഇത്രയും വർഷത്തിനിടയ്ക്ക് ഇത്രയും കൂടുതൽ ആളുകൾ വന്നിരിക്കുന്നത് ഈ ഒരു സീസണിലാണ്. അർദ്ധരാത്രി കത്തിക്കാനുള്ള 45 അടി ഉയരമുള്ള പാപ്പാഞ്ഞി അവസാനഘട്ട മിനുക്കുപണികളിലാണ്. ഫോർട്ട് കൊച്ചിയിലും പരിസരങ്ങളിലുമായി പോലീസ് ശക്തമായ സുരക്ഷയും ഒരുക്കിയിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. മുട്ടത്തറ ബൈപ്പാസ് നിർമ്മാണം നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് നിർത്തിവെച്ചു. മുട്ടത്തറയിൽ നിന്ന് മണക്കാട് ഭാഗത്തേക്ക് പോകുന്ന വഴി ബൈപ്പാസ് നിർമ്മാണത്തിന്റെ ഭാഗമായി കെട്ടിയടയ്ക്കുന്നതാണ് പ്രതിഷേധത്തിന് വഴിവെച്ചത്. ബൈപ്പാസ് നിർമ്മാണം വൈകുന്നതിനാൽ റോഡ് അപകടങ്ങൾ പതിവാണ് എന്നും നാട്ടുകാർ പറയുന്നു. ബൈപ്പാസ് നിർമ്മാണത്തിന്റെ ഭാഗമായി മുട്ടത്തറയിൽ റോഡിന് ഒരു വശം കെട്ടിയടയ്ക്കുന്നതാണ് പ്രതിഷേധത്തിന് കാരണം. റോഡ് അടയ്ക്കുന്നതോടെ മുട്ടത്തറ ജംഗ്ഷനിൽ നിന്ന് മണക്കാട് ഭാഗത്തേക്ക് പോകാനാവില്ലെന്നാണ് പ്രദേശവാസികളുടെ പരാതി. റോഡ് തുറന്നു കിട്ടുന്നതിന് നാട്ടുകാരുടെ നേതൃത്വത്തിൽ കർമ്മസമിതി രൂപീകരിച്ച് പ്രതിഷേധം ആരംഭിച്ചു. ഇതോടെ ബൈപ്പാസ് നിർമ്മാണം താൽക്കാലികമായി നിർത്തി. നേരത്തെ ബസ് റൂട്ട് ഉണ്ടായിരുന്ന പാത തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും ആവശ്യപ്പെടുന്നത്. ഒരു ആംബുലൻസ് പോകുന്ന ഒരു വഴിയെങ്കിലും ഞങ്ങൾക്ക് ഇവിടെ കിട്ടണം. അത് കിട്ടും വരെ ഞങ്ങൾ ശക്തമായ സമരവുമായി ഈ സംയുക്ത സമര സമിതി മുന്നോട്ട് പോകും. കല്ലുമൂട്ടിൽ ഇപ്പോൾ നിർമ്മിക്കുന്ന അടിപ്പാത പ്രായോഗികമല്ലെന്നും ആക്ഷേപമുണ്ട്. നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നത് റോഡ് അപകടങ്ങൾക്കും കാരണമാകുന്നു. മിക്ക ദിവസങ്ങളിലും ആക്സിഡന്റ് ഉണ്ട് ഇവിടെ. ഇപ്പൊ സിഗ്നൽ ഇപ്പൊ പുതുതായിട്ട് വെച്ചിട്ടുണ്ട്. അത് ഏത് രീതിയിൽ വരുമെന്നുള്ളത് കാണേണ്ട കാര്യമാണ്. ജനപ്രതിനിധികൾക്ക് പരാതി നൽകിയെങ്കിലും ഫലമുണ്ടായില്ല. ഇതോടെയാണ് നാട്ടുകാർ പ്രതിഷേധത്തിലേക്ക് നീങ്ങിയത്. ന്യൂസ് 18 തിരുവനന്തപുരം. ആലക്കോട് നെല്ലിപ്പാറ തിരുകുടുംബ ദേവാലയത്തിലെ തിരുനാൾ ആഘോഷങ്ങൾ സമാപിച്ചു. സമാപനത്തോടനുബന്ധിച്ച് നെല്ലിപ്പാറ ടൗണിലേക്ക് നടന്ന പ്രദക്ഷിണത്തിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. ദേവാലയ പരിസരത്തു നിന്നുള്ള പ്രദക്ഷിണ ഘോഷയാത്രയിൽ വിവിധ നിശ്ചല ദൃശ്യങ്ങളും വാദ്യമേളങ്ങളും അണിനിരന്നു. തിരുസ്വരൂപം വണങ്ങുന്നതിനായി 100 കണക്കിന് ആളുകളാണ് പങ്കെടുത്തത്. ദേവാലയ വികാരി ഫാദർ മാത്യു ആലങ്കോട്, ആലക്കോട് സെന്റ് മേരീസ് ദേവാലയ വികാരി ഫാദർ ആന്റണി ആനക്കലിൽ എന്നിവർ തിരുകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി.
ശിവഗിരി തീർത്ഥാടനത്തിന്റെ രണ്ടാം ദിവസമായി ഇന്ന് വിവിധ സമ്മേളനങ്ങളിൽ പ്രമുഖർ സംബന്ധിക്കും. കേരള പുനർനിർമ്മാണവും ഗുരുദേവ ദർശനവും എന്ന വിഷയത്തിൽ നടക്കുന്ന ചർച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. രാവിലെ ചേരുന്ന നവതി സമ്മേളനം കർണാടക ഗവർണർ വാജുഭായ് വാല ഉദ്ഘാടനം ചെയ്യും. മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ് അടക്കമുള്ള പ്രമുഖർ ചടങ്ങിൽ സംബന്ധിക്കും. മകരവിളക്കിനായി നട തുറന്നതോടെ ശബരിമലയിൽ വൻ ഭക്തജന തിരക്ക്. പുലർച്ചെ 3-ന് നട തുറന്നതു മുതൽ അയ്യപ്പ ദർശനത്തിനായി തീർത്ഥാടകരുടെ നീണ്ട നിരയാണ് ദൃശ്യമാകുന്നത്. മകരവിളക്ക് കാലത്തെ നെയ്യഭിഷേകത്തിനും വൻ തിരക്ക് അനുഭവപ്പെട്ടു. പുലർച്ചെ 3-ന് നിർമ്മാല്യ ദർശനത്തോടെയാണ് ശബരിമലയിലെ ഇന്നത്തെ ചടങ്ങുകൾ ആരംഭിച്ചത്. 3:15 മകരവിളക്ക് കാലത്തെ നെയ്യഭിഷേകത്തിന് തുടക്കമായി. തന്ത്രി കണ്ഠര് രാജീവര്, മേൽശാന്തി VN വാസുദേവൻ നമ്പൂതിരി എന്നിവരുടെ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങ്. തുടർന്ന് ഗണപതി ഹോമം നടന്നു. വലിയ തീർത്ഥാടന തിരക്കാണ് ശബരിമലയിൽ അനുഭവപ്പെടുന്നത്. ഇന്നലെ വൈകിട്ട് 5-ന് നട തുറന്നത് മുതൽ ദർശനത്തിനായി നീണ്ട നിര കാണപ്പെട്ടു. രാത്രി 9 മണിവരെ 30,160 പേർ മല കയറി. വരും ദിവസങ്ങളിലും തിരക്ക് തുടരുമെന്നാണ് ദേവസ്വം ബോർഡിന്റെ പ്രതീക്ഷ. ശബരിമല ദർശനത്തിനായി സ്ത്രീകൾ എത്തുമെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കനത്ത സുരക്ഷയാണ് പോലീസ് ഒരുക്കിയിരിക്കുന്നത്. സ്ത്രീകൾ എത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ നിലയ്ക്കലിലെയും പമ്പയിലെയും ഉദ്യോഗസ്ഥർക്ക് പ്രത്യേക നിർദ്ദേശവും നൽകി. ന്യൂസ് 18 സന്നിധാനം. ശബരിമല 18-ാം പടിക്ക് താഴെയുള്ള ആഴി ഒരു മഹാകാഴ്ചയാണ്. ചിലപ്പോൾ കൊടിമരത്തെയും ശ്രീകോവിലിനെയും പുകച്ചുരുളുകളാൽ മറയ്ക്കും, ചിലപ്പോൾ തീവ്ര ശോഭയോടെ പ്രകാശിക്കും. ന്യൂസ് 18 ക്യാമറമാൻ SS നിതിൻ പകർത്തിയ ദൃശ്യങ്ങൾ കാണാം. സാമവേദം നാവിലുണർത്തിയ സ്വാമിയേ, എന്നെ സ്വരപൂജാമലരാക്കി തീർക്കണേ. സാമവേദം നാവിലുണർത്തിയ സ്വാമിയേ, എന്നെ സ്വരപൂജാമലരാക്കി തീർക്കണേ. തത്വമസി പൊരുളേ, നിത്യസത്യദയാനിധിയേ, ഇനി കൽപ്പാന്തമിഴികൾ തുറന്നീടണേ. കാടിനെ അറിയാൻ വിദ്യാർത്ഥികളുടെ വനയാത്ര. മണക്കടവ് ശ്രീപുരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS വളണ്ടിയർമാരാണ് കർണാടകയിലെ ഉൾക്കാട്ടിലേക്ക് യാത്ര നടത്തിയത്. മാമ്പയിൽ നിന്ന് 4 കിലോമീറ്ററിലേറെ കാട്ടിലൂടെ സഞ്ചരിച്ചാണ് വിദ്യാർത്ഥികൾ ലക്ഷ്യസ്ഥാനത്തെത്തിയത്. കർണാടക വനപാലകരുടെ ഓഫീസിലെത്തി പുതുവത്സര സമ്മാനമായി കേക്ക് സമ്മാനിച്ച് കാടിനുള്ളിലേക്ക്. കൊടും കാടിനുള്ളിൽ 50 വർഷമായി താമസിക്കുന്ന പൊന്നപ്പൻ ലീല ദമ്പതികളുടെ വീടായിരുന്നു ലക്ഷ്യം. വഴികാട്ടികളായി വനപാലകരും തദ്ദേശീയരായ 2 പേരും മുമ്പേ നടന്നു. ചെങ്കുത്തായ വനത്തിലിടയിലൂടെ കാട്ടുവള്ളികളിൽ പിടിച്ചായിരുന്നു യാത്ര. ആവേശത്തിലായിരുന്നു കുട്ടികൾ. NSSന്റെ ഒരു ക്യാമ്പിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങോട്ട് വന്നത്. വളരെ മനോഹരമായിരുന്നു. ഞങ്ങൾ അവിടുന്ന് നല്ലോണം പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. അടിച്ചു പൊളിക്കാം, ക്യാമ്പിൽ കാട്ടിക്കൂടെയാണ് പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ വളരെയധികം പ്രതീക്ഷിച്ചു. പക്ഷെ ഞങ്ങൾ പ്രതീക്ഷിച്ചേക്കാളും കൂടുതലായിരുന്നു ഇവിടെ കാണാനുള്ളത്. അതുപോലെ വളരെ സന്തോഷമായിരുന്നു. എല്ലാവരും അടിച്ചു പൊളിക്കുക, ഹാപ്പി ആയിരുന്നു. ശരിക്കും ഒരു ടൂറിന് പോയതിൻ്റെതായിരുന്നു. മരങ്ങളെയും കാട്ടുവള്ളികളെയും പൂമ്പാറ്റകളെയും മരുന്നുചെടികളെയും കുറിച്ച് അധ്യാപകർ ക്ലാസ് എടുത്തു. കാടിനുള്ളിൽ വർഷങ്ങളായി കൃഷി നടത്തുന്ന പൊന്നപ്പൻ കുട്ടികൾക്കുള്ള സംശയങ്ങൾക്ക് മറുപടി നൽകി. ഉദയഗിരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിജോ ജോർജ്, പ്രിൻസിപ്പൽ മാർട്ടിൻ മാത്യു, PTA പ്രസിഡന്റ് KT സുരേഷ് കുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് 18 ആലക്കോട്. 3ാമത് ദേശീയ വുഷു കുംഫു ചാമ്പ്യൻഷിപ്പിന് തൃത്താലയിൽ ആവേശകരമായ തുടക്കം. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി 300-ൽ പരം കായിക താരങ്ങളാണ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നത്. ആയോധന കലകളിൽ മികവുറ്റ 300ഓളം കായിക താരങ്ങളാണ് തൃത്താല ഞാങ്ങാട്ടിരിയിൽ നടന്ന ദേശീയ വുഷു കുംഫു ചാമ്പ്യൻഷിപ്പിൽ മാറ്റുരച്ചത്. സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ തലങ്ങളിൽ പുരുഷ സ്ത്രീ വിഭാഗങ്ങളിലായാണ് മത്സരങ്ങൾ ക്രമീകരിച്ചിരുന്നത്. ഞാങ്ങാട്ടിരി സ്കൂൾ ഗ്രൗണ്ടിൽ ഒരുക്കിയ വേദിയിൽ തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MK പ്രദീപ് ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്തു. ഇവിടെ ദേശീയ മേളയാണ് നടക്കുന്നത്. ദേശീയ തലത്തിലുള്ള വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് പങ്കെടുക്കുന്ന ടീമുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു മഹാമേളയ്ക്കാണ് ഇവിടെ തുടക്കം കുറിക്കാൻ വേണ്ടി പോകുന്നത്. വിവിധ സംഘടനകളുടെ സഹകരണത്തോടെ വുഷു കുംഫു ഓർഗനൈസേഷൻ കേരള അക്കാദമിയാണ് ചാമ്പ്യൻഷിപ്പിന് നേതൃത്വം നൽകുന്നത്. ന്യൂസ് 18 തൃത്താല. ഇനി ട്രെയിൻ സമയം നോക്കാം. തിരുവനന്തപുരത്തേക്കുള്ള നേത്രാവതി എക്സ്പ്രസ് 1 മണിക്കൂർ 26 മിനിറ്റ് വൈകി ഓടും.
മംഗലാപുരം കോഴിക്കോട് പാസഞ്ചർ 32 മിനിറ്റ് വൈകി ഓടുന്നു. തൃശൂർ കണ്ണൂർ പാസഞ്ചർ 21 മിനിറ്റ് വൈകുന്നു. എറണാകുളത്തേക്കുള്ള മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസ് 2 മണിക്കൂർ 32 മിനിറ്റ് വൈകുന്നു. കണ്ണൂർ ആലപ്പുഴ എക്സ്പ്രസ് 20 മിനിറ്റ് വൈകി ഓടുന്നു. ചെന്നൈ ആലപ്പുഴ എക്സ്പ്രസ് 1 മണിക്കൂർ 2 മിനിറ്റ് വൈകുന്നു. ഡൽഹി തിരുവനന്തപുരം കേരള എക്സ്പ്രസ് 1 മണിക്കൂർ വൈകുന്നു. എറണാകുളം കൊല്ലം മെമു 48 മിനിറ്റ് വൈകിയാണ് ഓടുന്നത്. നാട്ടുവർത്തമാനം തുടരുന്നു. മലപ്പുറം ജില്ലാ പഞ്ചായത്തും മൃഗസംരക്ഷണ വകുപ്പും സംയുക്തമായി നവീകരണം നടത്തിയ ജില്ലാ പൌൾട്രി ഫാമിന്റെ സമർപ്പണവും പുതിയ ഹാച്ചറിയുടെ ഉദ്ഘാടനവും പുത്തനത്താണി കഞ്ഞിപ്പുരയിൽ നടന്നു. മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി കെ രാജുവും സി മമ്മൂട്ടി MLAയും ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച 1,47,00,000 കേന്ദ്ര പദ്ധതി പ്രകാരം ലഭിച്ച 57 ലക്ഷവും കേന്ദ്രാവിഷ്കൃത പദ്ധതികളിലൂടെ സമാഹരിച്ച 69 ലക്ഷവും മൃഗസംരക്ഷണ വകുപ്പിന്റെ 10 ലക്ഷവുമാണ് പൗൾട്രി ഫാമിന്റെ നവീകരണത്തിനും ഹാച്ചറിയുടെ നിർമ്മാണത്തിനുമായി ചെലവഴിച്ചത്. നവീകരണം പൂർത്തിയായതോടുകൂടി 1 വർഷം 1 ലക്ഷം കോഴിക്കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കാനാകും. മുട്ടക്കോഴികളെ വളർത്തി മുട്ട വിരിയിച്ച് കോഴിക്കുഞ്ഞുങ്ങളെ വളർത്തി വിൽപ്പന നടത്തുന്ന പുതിയ രീതിയാണ് പരീക്ഷിക്കുന്നത്. മൃഗസംരക്ഷണ മന്ത്രി കെ രാജുവും സി മമ്മൂട്ടി MLAയും ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. മലപ്പുറം ജില്ലയിൽ വെച്ച് നടക്കുന്ന ഒരു ഉദ്ഘാടനം കേരള ചിക്കൻ എന്ന് പറയുന്ന ഒരു പുതിയ പദ്ധതി സംസ്ഥാന ഗവൺമെന്റ് നേതൃത്വം നൽകി നടപ്പിലാക്കുന്ന ഒരു പ്രോജക്റ്റിന്റെ ഉദ്ഘാടനം. അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കും ലബോറട്ടറി കം സ്റ്റോർ റൂമും 6 പൗൾട്രി ഷെഡുകളും കോമ്പൗണ്ട് വാളും ഹാച്ചറി കെട്ടിടവും അനുബന്ധ കെട്ടിടങ്ങളും പൂർത്തിയായി. ന്യൂസ് 18 തിരൂർ. ന്യായവിലയ്ക്ക് ശുദ്ധമായ മാംസം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന കേരള ചിക്കൻ പദ്ധതിക്ക് തുടക്കമായി. പദ്ധതി മലപ്പുറത്ത് ഉദ്ഘാടനം ചെയ്തു. വർഷം മുഴുവൻ കിലോയ്ക്ക് 90 രൂപ വിലയ്ക്ക് കോഴിയിറച്ചി ലഭ്യമാക്കാനാണ് ലക്ഷ്യമിടുന്നത്. കേരള ചിക്കൻ ലൈവ് ഔട്ട്ലെറ്റുകളിലൂടെയാണ് കോഴിയിറച്ചി വിൽപ്പന നടത്തുക. സംസ്ഥാന സർക്കാരും ചില രാഷ്ട്രീയ നേതാക്കളും കോടതി വിധി നടപ്പാക്കുന്നതിൽ കാട്ടുന്നത് ഇരട്ടത്താപ്പാണ് എന്ന് എപ്പിസ്കോപ്പൽ സുനഹദോ സെക്രട്ടറി ഡോക്ടർ യൂഹനാൻ മാർ ദിയസ് കോറസ് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ കറ്റാനത്ത് സംഘടിപ്പിച്ച പ്രതിഷേധ മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കോടതി വിധികളെ ആൾക്കൂട്ട വിധി കൊണ്ട് നേരിട്ടാൽ അത് അരാജകത്വത്തിന് കാരണമാകും. കേരള സർക്കാരിലെ ചില ബുദ്ധിജീവികളും ചില മെത്രാൻ വേഷധാരികളും ഇതിന് ശ്രമിക്കുന്നു. സഭാ അംഗങ്ങളെ വഞ്ചിക്കുന്ന നാടകമാണ് പിറവത്ത് ഉൾപ്പെടെ കണ്ടത് എന്നും അദ്ദേഹം പറഞ്ഞു. അലക്സിയോസ് മാർ യൗസേബിയോസ് അധ്യക്ഷത വഹിച്ചു. തുടർച്ചയായ 10ാം വർഷവും അമ്മത്തൊട്ടിലായി ഒരു ക്രിസ്മസ് ട്രീ. കോതമംഗലം സ്വദേശി പോളിന്റെ വീട്ടിൽ തയ്യാറാക്കിയ ക്രിസ്മസ് ട്രീയിലാണ് തൊപ്പിത്തലച്ചിക്കിളി ഇക്കൊല്ലവും കൂടുകൂട്ടിയത്. പത്തു കൊല്ലമായുള്ള പതിവ് തെറ്റിയില്ല. കോഴിപ്പിള്ളി വെട്ടിയാങ്കണ്ടത്തിൽ പോളിന്റെ വീട്ടിലെ ക്രിസ്മസ് ട്രീയിൽ ബുൾബുൾ ഇക്കുറിയും കൂടുകൂട്ടി. ആദ്യത്തെ തവണ കൗതുകമായിരുന്നുവെങ്കിൽ പിന്നീട് ഓരോ വർഷവും ക്രിസ്മസ് കാലത്ത് ഇണക്കിളികൾ എത്തിയതോടെ അധ്യാപക ദമ്പതികളായ പോളിനും സിൽവിക്കും അത്ഭുതമായി. മുട്ടകൾ വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പറന്നുപോകുന്നതുവരെ പോളിന്റെ മക്കൾ ആൻ തെരേസയും അലീനയും കരുതലോടെ കാവലിരിക്കും. പടക്കമോ ഉച്ചത്തിലുള്ള ശബ്ദമോ കിളികൾക്ക് ശല്യമാകാതിരിക്കാൻ ശ്രദ്ധിക്കും. ഡിസംബർ 1-ാം തീയതിയോടുകൂടി ട്രീ ഇവിടെ ഒരുക്കി വയ്ക്കും. 1-2 ദിവസങ്ങൾക്കകം പക്ഷികൾ വന്ന് അതിൻ്റെ അമ്മക്കിളി അച്ചക്കിളിയും വരാറുണ്ട്. വരുന്ന കൂടുകൾ ഉണ്ടാക്കാനായിട്ട് ഉള്ള പണികൾ ആരംഭിക്കുന്നു. 2-3 ദിവസം കൊണ്ട് കൂടുണ്ടാക്കി മുട്ടയിട്ട് അമ്മക്കിളി അടയിരിക്കുകയാണ് പതിവ്. 11-12 ദിവസങ്ങളോടുകൂടി ആ മുട്ടകൾ വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തു വരും. അതിനുശേഷം ഈ കിളികൾ വളരെ ശ്രദ്ധാപൂർവം അവയ്ക്ക് ചെറിയ പ്രാണികൾ, പുഴു അങ്ങനെയുള്ള ഭക്ഷണം തേടി കൊണ്ടുവന്ന് തീറ്റ കൊടുക്കുക, അതിനെ സംരക്ഷിക്കുന്ന കാഴ്ച വളരെയധികം ആനന്ദകരമാണ്. ഡിസംബർ ആദ്യവാരത്തിലെത്തിയതാണ് കിളികൾ. ക്രിസ്മസിന് മുമ്പേ മുട്ടകൾ വിരിഞ്ഞു. മുറ്റത്തും പറമ്പിലും പലതരം മരങ്ങളുണ്ടായിട്ടും ക്രിസ്മസ് ട്രീയിൽ തന്നെ കിളികൾ കൂടുകൂട്ടുന്നത് എന്താണെന്ന ചോദ്യത്തിന് പോൾ മാഷിന് ഇതുവരെയും ഉത്തരം കിട്ടിയിട്ടില്ല. ന്യൂസ് 18 കോതമംഗലം.
സഞ്ചാരികളെ ആകർഷിച്ച് ഇടുക്കി സേനാപതിയിലെ മുക്കുഴി വെള്ളച്ചാട്ടം. വെള്ളച്ചാട്ടത്തിന്റെ ടൂറിസം സാധ്യത പ്രയോജനപ്പെടുത്താൻ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. പന്നിയാർപ്പുഴയിൽ രാജാക്കാട് സേനാപതി പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പാലത്തിന് സമീപമാണ് സേനാപതി മുക്കുഴി വെള്ളച്ചാട്ടം. ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയാൽ ടൂറിസം ഭൂപടത്തിൽ ഇടം നേടുമെന്നാണ് പ്രദേശവാസികളുടെ വാദം. ജില്ലയിലെ രാജാക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഏറ്റവും അതിമനോഹരമായൊരു സ്ഥലമാണ് ഈ കുത്തും പ്രദേശങ്ങൾ. ഇവിടെ ഇഷ്ടംപോലെ ആളുകൾ വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ സ്ഥലത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും ഒരു കുറവുണ്ട്. അതിൽ ആളുകൾ എത്തിപ്പെടുന്നില്ല. എപ്പോഴും വെള്ളത്തിൻ്റെ അവൈലബിലിറ്റി ഒക്കെ ഉള്ളൊരു സ്ഥലമാണ്. കുറച്ചും കൂടി അടിസ്ഥാന വികസനം ഉയർത്തുകയാണെങ്കിൽ ഇഷ്ടംപോലെ ആളുകൾ ഇവിടെ വരികയും അതിലേക്ക് നമുക്ക് ഈ പ്രദേശത്തിൻ്റെ ഒരു ഉയർച്ചയ്ക്ക് അത് വളരെ സഹായകരമാകുന്നതാണ്. പ്രധാന റോഡിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്നതിനാലും ആവശ്യത്തിന് പാർക്കിംഗ് സൗകര്യങ്ങൾ ഉള്ളതിനാലും സഞ്ചാരികൾക്ക് എത്തിച്ചേരാൻ എളുപ്പമാണ്. അടിസ്ഥാന വികസനത്തിനൊപ്പം ചെക്ക് ഡാമിൽ ബോട്ടിംഗ് സൗകര്യവും ഏർപ്പെടുത്തിയാൽ ഹൈറേഞ്ചിന്റെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായി ഇവിടം മാറുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് 18 ഇടുക്കി. പരിസ്ഥിതി സംരക്ഷണ സന്ദേശവുമായി ഇടുക്കിയിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ. കാന്തിപ്പാറ സെന്റ് സെബാസ്റ്റ്യൻസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കേഡറ്റുകളുടെ നേതൃത്വത്തിൽ ആനയിറങ്കൽ അടക്കെട്ട് ശുചീകരിച്ചു. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ അവധിക്കാല ക്യാമ്പിനോടനുബന്ധിച്ചാണ് കാന്തിപ്പാറ സെന്റ് സെബാസ്റ്റ്യൻസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ SPC കേഡറ്റുകൾ വനംവകുപ്പിന്റെ സഹകരണത്തോടെ ശുചീകരണ പ്രവർത്തനം നടത്തിയത്. നൂറുകണക്കിന് വിനോദസഞ്ചാരികളെത്തുന്ന ആനയിറങ്കൽ ഡാമിന്റെ പരിസരത്ത് കുന്നുകൂടി കിടന്ന പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങൾ കുട്ടികൾ നീക്കം ചെയ്തു. പ്രകൃതിയും ജലത്തെ സംരക്ഷിക്കുക എന്നത് ഓരോ വ്യക്തിയുടെയും ഉത്തരവാദിത്വമാണ്. പ്രത്യേകിച്ച് ഞങ്ങൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളാണ് ഭാവിയിലേക്ക് വളർന്നു വരുന്ന തലമുറ. ആയതിനാൽ തന്നെ ഞങ്ങൾ ഇന്നിത് ചെയ്യുമ്പോൾ ഞങ്ങളിലൂടെ ഞങ്ങൾക്ക് ശേഷം വരുന്ന തലമുറയ്ക്കും ഒരു പ്രചോദനം നൽകി ഞങ്ങൾക്ക് തീർച്ചയായും സാധിക്കും. ഞങ്ങൾക്ക് ഇനി ഇങ്ങനെയൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ ഇനി ഇങ്ങനെയൊക്കെ ചെയ്യും. ഞങ്ങളിന്ന് ഇവിടെ ചെയ്തതിലൂടെ ഇപ്പം ഞങ്ങൾ മറ്റൊരു സ്ഥലത്ത് പോയി ഇപ്പോൾ പ്ലാസ്റ്റിക് ഞങ്ങൾ ഇടാൻ ശ്രമിക്കുമ്പോൾ ഞങ്ങൾക്ക് ഈ ഒരു ചിത്രം എപ്പോഴും ഞങ്ങളുടെ മനസ്സിലൊരു ഓർമ്മയായിട്ട് തന്നെ നിലനിൽക്കും. വനംവകുപ്പ് ഉദ്യോഗസ്ഥരും അധ്യാപകരും ശുചീകരണത്തിന് നേതൃത്വം നൽകി. ശേഖരിച്ച മാലിന്യങ്ങൾ ശാന്തമ്പാറ പഞ്ചായത്തിന്റെ സഹകരണത്തോടെ സംസ്കരിക്കും. ന്യൂസ് 18 ഇടുക്കി. ഗവൺമെന്റ് പോളിടെക്നിക് വിദ്യാർത്ഥികളുടെ ക്യാമ്പിലൂടെ വൈക്കം താലൂക്ക് ആശുപത്രിക്ക് ലഭ്യമായത് 17 ലക്ഷം രൂപയുടെ നേട്ടം. പുനർജനി എന്ന പേരിൽ സംഘടിപ്പിച്ച ക്യാമ്പിലൂടെ തകരാറിലായ ആശുപത്രി ഉപകരണങ്ങൾ കേടുപാടുകൾ തീർത്ത് ഉപയോഗപ്രദമാക്കി. കടുത്തുരുത്തി ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിലെ 50ഓളം വിദ്യാർത്ഥികൾ നടത്തിയ മാതൃകാപരമായ പ്രവർത്തനമാണ് അവർ കാഴ്ചവെച്ചത്. വൈക്കം താലൂക്ക് ആശുപത്രിയിൽ ലക്ഷങ്ങൾ വിലമതിക്കുന്ന ആശുപത്രി ഉപകരണങ്ങൾ നശിച്ച നിലയിലായിരുന്നു. വാർഡുകളിലെ കട്ടിലുകൾ, സ്റ്റാൻഡുകൾ, റാക്കുകൾ, വീൽചെയറുകൾ, ഓക്സിജൻ സ്റ്റാൻഡുകൾ, ഡ്രിപ്പ് സ്റ്റാൻഡുകൾ തുടങ്ങിയവയുടെയെല്ലാം അറ്റകുറ്റപ്പണികൾ നടത്തി. പെയിന്റിംഗും വെൽഡിംഗും വയറിംഗ് ജോലികളും വിദ്യാർത്ഥികൾ ഒരാഴ്ച കൊണ്ട് പൂർത്തിയാക്കി. 34 ആൺകുട്ടികളും 16 പെൺകുട്ടികളും അടങ്ങുന്ന സംഘത്തിനൊപ്പം 8 അധ്യാപകരുമുണ്ടായിരുന്നു. ഉപയോഗശൂന്യമായി കിടക്കുന്ന ഹോസ്പിറ്റൽ എക്യുപ്മെന്റ്സ് 17 ലക്ഷം രൂപയുടെ അടുത്ത് മതിപ്പൂരിയുള്ള വസ്തുക്കളാണ് കിടക്കുന്നത്. അപ്പോൾ അവയെല്ലാം ഇങ്ങനെ ഡാമേജ് ആയിട്ട് കിടക്കുന്നത് കൊണ്ട് പ്രോപ്പർ മെയിൻ്റെനൻസ് ഇല്ലാതെ വരുന്നതുകൊണ്ട് നമുക്ക് സമയത്ത് നമുക്കത് ഉപയോഗിക്കാതെ വരുന്നുണ്ട്. അങ്ങനെ ഉപയോഗിക്കാതെ വരുന്നതോടുകൂടി നമ്മുടെ ജനങ്ങൾക്ക് അത്രയും ഒരു സൗകര്യങ്ങളൊന്നും ലഭ്യമല്ലാതെ വരും. ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യാനായിട്ട് നമ്മുടെ പോളിടെക്നിക്കിന് കീഴിലെ സാങ്കേതിക പരിജ്ഞാനവും അതിൻ്റെ സ്കില്ലും പ്രാക്ടീസുമുള്ള വിദ്യാർത്ഥികളെ എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്നൊരു ഉദാഹരണ മാതൃക എന്ന രീതിയിലാണ് പുനർജനിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ പ്രോജക്റ്റ് ചെയ്യുന്നത്. വൈക്കം നഗരസഭയുടെ സഹകരണത്തോടെയായിരുന്നു ആശുപത്രിയിൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ന്യൂസ് 18 വൈക്കം. പൊതുവിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിക്കാൻ നടപ്പിലാക്കുന്ന പദ്ധതികളുടെ ഭാഗമായി കുന്നമംഗലം ഉപജില്ലയിലെ വിദ്യാർത്ഥികൾക്കായി വാർത്താ നിർമ്മാണ പരിശീലനം സംഘടിപ്പിച്ചു. ഉപജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നായി തെരഞ്ഞെടുത്ത വിദ്യാർത്ഥികൾക്കാണ് പരിശീലനം നൽകിയത്. സർക്കാർ സ്കൂളുകളിലെ പാഠ്യേതര പ്രവർത്തനങ്ങൾ ചിത്രീകരിക്കുക, സ്കൂളിലെ പ്രവർത്തനങ്ങൾ വാർത്താമാധ്യമങ്ങളിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നിവ ലക്ഷ്യമിട്ടാണ് പരിശീലനം. എല്ലാ വിദ്യാലയങ്ങൾക്കും DSLR ക്യാമറയും വിതരണം ചെയ്തു. ഹൈടെക്കിന്റെ ഭാഗമായി എല്ലാ വിദ്യാലയങ്ങളിലും ഒരുപാട് ഉപകരണങ്ങൾ വിതരണം ചെയ്തു കഴിഞ്ഞു. ഈ ഉപകരണങ്ങളെല്ലാം വളരെ നല്ല രീതിയിൽ അധ്യാപകരും വിദ്യാർത്ഥികളും ഇന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു.
ഒരു ഡിജിറ്റൽ വിപ്ലവം തന്നെയാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഉപജില്ലയിലെ വിദ്യാർത്ഥികളിൽ നിന്നും തെരഞ്ഞെടുത്ത 24 പേർ പദ്ധതിയുടെ ഭാഗമായി വാർത്താ നിർമ്മാണം, ഓഡിയോ, വീഡിയോ എഡിറ്റിംഗ് എന്നിവയിലാണ് പരിശീലനം. വാർത്താ നിർമ്മാണ പരിശീലന ശില്പശാലയിൽ ഇന്നത്തെ 24 കുട്ടികളാണ് ഇവിടെ പങ്കെടുക്കുന്നത്. അപ്പോൾ കുട്ടികളെല്ലാവർക്കും വളരെ ആവേശത്തോടെയാണ് ഈ DSLR ക്യാമറയിൽ സ്കൂളിലെ വാർത്തകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പദ്ധതി കൂടുതൽ ജില്ലകളിലേക്ക് വ്യാപിപ്പിക്കാനാണ് ലക്ഷ്യം. ന്യൂസ് 18 കോഴിക്കോട്. പുനലൂരിൽ ലക്ഷങ്ങൾ ചിലവഴിച്ച് നഗരസഭ ശുചീകരിച്ച് വെട്ടിപ്പുഴ തോട്ടിൽ മാലിന്യം കുമിഞ്ഞുകൂടുന്നു. നഗരത്തിലെ പ്രധാന കുടിവെള്ള പദ്ധതികൾക്ക് ഭീഷണിയാകുന്ന തരത്തിലാണ് മാലിന്യ നിക്ഷേപം. മാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. നഗരസഭയിലെ പുനർജനി പദ്ധതിയിൽ ഉൾപ്പെടുത്തി ലക്ഷങ്ങൾ വിനിയോഗിച്ച് ശുചീകരിച്ച വെട്ടിപ്പുഴ തോടാണ് വീണ്ടും മാലിന്യക്കൂമ്പാരമായത്. സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഇറച്ചി, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ എന്നിവയാണ് ഇവയിൽ ഏറിയ പങ്കും. ജനങ്ങളെ ബോധവൽക്കരിക്കാനായി വിവിധ പരിപാടികളും മാലിന്യം നിക്ഷേപിക്കാനുള്ള സംവിധാനങ്ങളും അടക്കം സ്ഥാപിച്ചെങ്കിലും ഒന്നും ഫലം കണ്ടില്ല. ഇപ്പോൾ ആ ഒരു തോടിന്റെ അവസ്ഥയെ തുടർന്ന് വളരെയധികം ശോചനീയ അവസ്ഥയാണ്. കാരണം ഇപ്പോഴൊരു പഴയ സ്ഥിതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് തോട്. മാലിന്യങ്ങൾ വീണ്ടും അതിൽ നിക്ഷേപിച്ച് വലിയ തോതിൽ തന്നെ അതിൽ നിന്നും നേരെ കല്ലടയാറ്റിലോട്ടാണ് ഇപ്പോൾ അത് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഒരുപാട് കുടിവെള്ള പദ്ധതികൾ നടപ്പിലാക്കുന്ന നമ്മുടെ ഈ കല്ലടയാറ്റിൽ നിന്നാണ്. അപ്പോൾ ഇത് ബാധിക്കപ്പെടുന്നത് ഇവിടുത്തെ ഇതിൽ നിന്നും കുടിവെള്ളം എടുക്കുന്ന ഒരുപാട് ജനങ്ങൾക്കാണ് ഇത് ബാധിക്കപ്പെടുന്നത്. പ്രദേശത്തെ മറ്റ് ജലാശയങ്ങളുടെ സ്ഥിതിയും വ്യത്യസ്തമല്ല. ചെറുതോടുകളിലൂടെ ഒഴുകിയെത്തുന്ന മാലിന്യങ്ങളെല്ലാം എത്തിച്ചേരുന്നത് കല്ലടയാറ്റിലേക്കാണ്. ജപ്പാൻ കുടിവെള്ള പദ്ധതി ഉൾപ്പെടെ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വെള്ളം പമ്പ് ചെയ്യുന്നതും ഇവിടെ നിന്നാണ്. ജലസ്രോതസ്സുകളിൽ മാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്നാണ് ആവശ്യം. ന്യൂസ് 18 പുനലൂർ. മുല്ലക്കാനം മേഖലയിൽ സാമൂഹ്യവിരുദ്ധ ശല്യം രൂക്ഷമാകുന്നതായി പരാതി. സ്വകാര്യ വ്യക്തിയുടെ കുഴൽക്കിണറിൽ സ്ഥാപിച്ചിരുന്ന മോട്ടോറും ഹോസും തീയിട്ട് നശിപ്പിച്ചു. മുല്ലക്കാനം പുരയിടത്തിൽ തോമസിന്റെ കുഴൽക്കിണറിനാണ് സാമൂഹ്യവിരുദ്ധർ തീയിട്ടത്. കിണറിന് മുകളിൽ മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു. ഹോസും മോട്ടോർ കെട്ടിയിരുന്ന കയറും കത്തിനശിച്ചു. കയർ കത്തി മോട്ടോർ കിണറ്റിലേക്ക് പതിച്ചതോടെ കിണറിനെ ആശ്രയിച്ചിരുന്ന സമീപത്തെ വീടുകളിലും കുടിവെള്ളം മുടങ്ങി. സംഭവത്തിൽ നടപടി ആവശ്യപ്പെട്ട് രാജാക്കാട് പോലീസിൽ പരാതി നൽകി. ഇത്തരത്തിലുള്ള ഏറ്റവും ഒടുവിലത്തെ പരാതിയാണിത്. ഈ മോട്ടറിന്റെ ആ വയറും അതെല്ലാം കത്തിച്ച് കളഞ്ഞ് മോട്ടോർ അടിയിൽ പോയിട്ടുണ്ട്. ഇപ്പം കുടിവെള്ളം വരെ മുട്ടി നിൽക്കുന്ന അവസരം. എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. മുല്ലക്കാനം ടൗണിൽ നിന്ന് 1.5 കിലോമീറ്റർ ദൂരെയുള്ള ഗ്രാമത്തിൽ കുറെ നാളുകളായി സാമൂഹിക വിരുദ്ധ ശല്യം രൂക്ഷമാണ്. കുടിവെള്ളം മുട്ടുകയും സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നവരുടെ ഉദ്ദേശം വ്യക്തമല്ല. പരാതികളിൽ ശക്തമായ നടപടി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 ഇടുക്കി. നാട്ടുവർത്തമാനം പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം 9 മണി ഒറ്റ നോട്ടം കാണാം.